ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എവർക്കും വീട്ടക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും സപ്പോർട്ട് ആക്കണം, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, നമ്മളൊന്ന് കൊണ്ടുവന്നുള്ള ഒരു വെറൈറ്റി മുതലാണ്. വെറൈറ്റി പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ള മുഖം തന്നെയാണ് ടൊയോട്ട ഇന്നോവ. MPV സെഗ്മെന്റിൽ ഒരേ ഒരു രാജ. അപ്പോൾ ടൊയോട്ട ഇന്നോവ ഇന്ത്യൻ മാർക്കറ്റിൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായിട്ട് ഒരു പകരക്കാരനില്ലാത്ത ഒരേ ഒരു മുതൽ. ആദ്യകാലം ഇന്ത്യ ഭരിച്ചിരുന്ന ടൊയോട്ട കോളിസ്, അതായത് കിജാങ് കോളിസിന് പകരം അത് നിർത്തിവെച്ച് അതിന് പകരക്കാരനായിട്ട് ഇറങ്ങിയതാണ് ഇന്നോവ. അപ്പോൾ അന്ന് നിർത്തിവെച്ച ടൈമിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കോളിസ് നിർത്തിവെച്ചിട്ട് ടൊയോട്ട അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്ത്, അതായത് ഇന്നോവ ഇറക്കിയെന്നുള്ളതൊക്കെ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലെ ടൊയോട്ട കോളിസി നിർത്തിവെച്ചിട്ട് പിന്നെ ഇറക്കിയ മുതലാണ് 2005 ശേഷം ഈ ഒരു ഇന്നോവ ഉണ്ടാക്കിയ ചോളം, അതായത് 2005 തൊട്ട് 2025 വരെ ഇന്നും നിലവിൽ ഇതിനടിച്ചിട്ടുള്ള ഒരു 7 സീറ്റർ കാറ് അല്ലെങ്കിൽ MPV സെഗ്മെന്റിൽ ഒരേ ഒരു രാജ. ഇതിനടിച്ചിട്ടുള്ള ഒരു വണ്ടി എനിക്ക് ഇതുവരെ വണ്ടി ഓടിച്ചതിന്റെ ഒരുപാട് വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു വണ്ടികളൊക്കെയും എത്രയോ വ്യത്യസ്തനാണ്. കാരണം വെച്ചാൽ ഒരു കുറവുകളും ഈ ഒരു വണ്ടിക്ക് പറയാനില്ല എന്ന് വെച്ചാൽ അത്രമാത്രം പെർഫെക്റ്റ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കൊണ്ടുവന്നുള്ള ഇന്നോവ 2014 വണ്ടിയാണ്. ഈ ഒരു വണ്ടി റീവണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 മാസം 5 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ടുവരാനും അവിടെ നിന്നുള്ള ചാർജും കാര്യങ്ങളും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഇതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്കും കാര്യങ്ങളും തുടങ്ങാം. അപ്പോൾ ഇത് ആൾറെഡി 2013 ശേഷം ഉള്ളതുകൊണ്ട് ഓൾറെഡി ഇതൊരു ടൈപ്പ് 4 വണ്ടിയാണ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇതിന് ചെറിയ ടച്ചും പോളിഷും അതേപോലെ തന്നെ ചെറിയ ചെറിയ പെയിന്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇന്നോവൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ വണ്ടിയുള്ളത്. കാരണം വെച്ചാൽ ഇത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇത് 2014 വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഇത് ഫുൾ ഓപ്ഷൻ ആവുകൊണ്ട് ഫുള്ളി അലോയ് വീൽ അതേപോലെ തന്നെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഈ വണ്ടിയിലുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിനെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഏത് പുറത്ത് നോക്കാണെങ്കിലും ഒരു കിഡിലെ ലുക്ക് തന്നെയാണ്. ഇതിൻ്റെ റോഡ് പ്രസൻസ് ആണെങ്കിലും അടിപൊളിയാണ്. എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും ആ ഒരു ലുക്കിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ലോഗോ മാത്രമാണ് ആകെ ക്രോം കളറിലുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എൻ്റെ ഒരു കിറ്റ് ഈ ഒരു കിറ്റാണ്. ടൈപ്പ് 4ൻ്റെ കിറ്റാണ്. ആ ഒരു ഫ്രണ്ട് ബമ്പറും അതിൻ്റെ ഒരു ഗ്രില്ലും കാര്യങ്ങളും അതിൻ്റെ ഒരു ലുക്കൊക്കെ വരുന്നത് എനിക്ക് എപ്പോഴും ക്യൂട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു ടൈപ്പ് 4 ആണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു 80% ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഇതാണ്. പിന്നെ ടൈപ്പ് 3യും അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫേസ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്കതൊരു പഴഞ്ച മോഡലായിട്ട്, പക്ഷേ അന്നത്തെ കാലത്ത് അത് അടിപൊളിയായിരിക്കാം. പക്ഷേ ഇന്ന് എനിക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലുക്കാണ്. എൻ്റെ കയ്യിൽ ഒരു ഇന്നോവ ഉണ്ടെങ്കിൽ ഞാൻ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലുക്കിലേക്കാണ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഡീക്രോം ചെയ്തിട്ടുണ്ട്. ആ ലോഗോ മാത്രമേ ഡീക്രോം ചെയ്യാത്തുള്ളൂ. ഈ ഒരു വണ്ടിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും നല്ല അത്യാവശ്യം വിഷൻ തരുന്ന ഒരു ഹെഡ്ലൈറ്റ് തന്നെ, ഏറ്റവും മികച്ചത് തന്നെ പറയുള്ളൂ. കാരണം ഇതുവരെ ഒന്നും എനിക്ക് ലൈറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കമ്പനി അലോയ് വീലാണ് വരുന്നത്. ഇപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ കമ്പനി അലോയ് വീൽസ് ആണ്. ആൾറെഡി ഇതിൽ സ്റ്റോക്കാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇന്നോവയും തമ്മിലുള്ള അത്യാവശ്യം നല്ലൊരു ബോണ്ട് തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇത് ടൈപ്പ് 4 ആണ്. ടൈപ്പ് 3 എൻ്റെ കസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വണ്ടി വിറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ റെൻറ്റിനെ കൊടുക്കുന്ന ടൈമിൽ ഞാൻ ടൈപ്പ് 2ഉം ടൈപ്പ് 1ഉം ഓടിച്ചിട്ടുണ്ട്. 2006 വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വണ്ടി ഈ ഒരു വണ്ടിക്ക് വെച്ച് നോക്കുമ്പോൾ എൻജിൻ സൈഡൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഫീൽ ഉണ്ടെന്ന് വെച്ചാൽ 2006 വണ്ടി ഓടിക്കുമ്പോൾ പോലും നമുക്കൊരു പുതിയ വണ്ടീൻ്റെ ഫീലാണ് കിട്ടുക. കാരണം വണ്ടീൻ്റെ സൈഡ് ഭാഗങ്ങളും ഫുള്ള് റെന്റിന് ഓടിയിട്ട് പൊളിഞ്ഞ വണ്ടി പോലെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ ഒരു എഞ്ചിൻ തളരാത്തൊരു ഹൃദയ തുടിപ്പുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ഏതൊരു ഇന്നോവ ഓടിക്കുകയാണെങ്കിലും അത് ഓടിച്ച ആൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടും. കാരണം ഇതിനെക്കുറിച്ച് ഒരു വീഡിയോക്ക് വേണ്ടി എന്താണ് പറയുക, കുറച്ച് പൊക്കിയെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി തന്നെയാണ് ഇന്നോവ. കാരണം വെച്ചാൽ ഇന്നും എൻ്റെ കയ്യിൽ ഈ ഒരു വണ്ടി വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിയിരിക്കും എൻ്റെ ഫാമിലിക്ക് വേണ്ടി. കാരണം വെച്ചാൽ ഈ ഒരു ഫാമിലി സെഗ്മെൻറ്റിൽ ഫാമിലി യാത്രയ്ക്ക് വേണ്ടി ഇതിലും കംഫോർട്ടായിട്ടുള്ളൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം വെച്ചാൽ ഇന്നുള്ള പല വണ്ടികളൊക്കെയായി യാത്ര സുഖമുള്ള ഒരു വണ്ടിയാണിത്. യാത്രൻ്റെ കംഫോർട്ട് മാത്രമല്ല, ആ റൈഡിങ്ങും ആ പെർഫോമൻസും ആ ഡീസൽ എഞ്ചിൻ്റെ ഒരു ടർബോ നോയ്സും എല്ലാം കൊണ്ടൊരു വെറൈറ്റി ഫീലാണ് ഈ ഒരു ടൊയോട്ട ഇന്നോവ നമുക്ക് തരുന്നത്. അത് മാത്രമല്ല, വണ്ടി എത്ര ഓടിയാലും നമുക്ക് തളരാത്തൊരു എഞ്ചിനും കൊടുത്തിട്ടുണ്ട് ടൊയോട്ട. അതാണ് ഇതിൽ ഏറ്റവും ഒരു എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. ഇന്തോനേഷ്യ അതേപോലെ അറബ് രാജ്യങ്ങൾ, നമ്മളെ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഇന്നോവ. ഇപ്പോൾ ഒരു 2-3 കൊല്ലങ്ങളായിട്ട് ചറ ഇന്നോവ ഡൽഹിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടും. കാരണം അത്രത്തോനെ എല്ലാവർക്കും ട്രസ്റ്റബിൾ ആണ്. കാരണം ആരും ഒരു വണ്ടി എടുത്തിട്ട് കുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഒരു പണി അധികം കിട്ടിയെന്നൊന്നും പറയണില്ല. കാരണം ബോഡിയിൽ സ്ക്രാച്ചും കാര്യങ്ങളോ അതേപോലെ തന്നെ ബോഡിയിൽ ഡെൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു എഞ്ചിനാണ് എല്ലാവരും മുഖ്യമായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം നാട്ടിലേക്ക് കൊടുത്തിട്ട് ഫുള്ളി റീസ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് ടൈപ്പ് 2 ഒക്കെ ടൈപ്പ് 4ലേക്കും അങ്ങനെ ഒരു കുട്ടപ്പനാക്കി എടുത്തിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലൂടെ ഇഷ്ടം പോലെ ഇന്നോവേഴ്സാണ്. കാരണം എന്താ പറയുക, എല്ലാവർക്കും ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. അപ്പോൾ റീവണ്ടിയാണ് ഈ ഒരു വണ്ടി, ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു വണ്ടി. അപ്പോൾ നമുക്ക് അവിടെയുള്ള ഒരു കോൺട്രാക്ടറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ട് എടുത്തതാണ് നമ്മളൊരു ഫ്രണ്ട്. ഏകദേശം വന്നിട്ടുള്ളത് നാട്ടിലേക്ക്
ഒരു 6,90,000 രൂപേൻ്റെ അടുത്താണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. 2014 മോഡൽ 1,90,000 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിക്കി ബൂട്ട് സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് തീരില്ല, കാരണം അത്രമാത്രം പറയേണ്ട ഒരു ഇന്നോവനെ കുറിച്ചിട്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഈ അടിമുടി എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കണതാണ് ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ 2014 ഇന്നോവയുടെ ഈ എഞ്ചിൻ റൂമും കാര്യങ്ങളും നോക്കുക. ഈ ഒരു വണ്ടീൻ്റെ എഞ്ചിൻ റൂം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ട്. കാരണം ഡൽഹി വണ്ടികൾക്കൊക്കെ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അതൊന്നും കണ്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി കണ്ടിട്ടൊക്കെ എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ടർബോ അല്ലേ, നല്ല വലിയൊരു ടർബോ ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു വിസിൽ സൗണ്ട്. വണ്ടി എടുത്ത് പോകണ ആ പിക്കപ്പും 2494 cc വരുന്ന ഒരു 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. 2500 cc വരുന്ന ഈ ഒരു വലിയ എഞ്ചിൻ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 100 bhp പവർ, 3600 RPM വരെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ടൊയോട്ടക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും 180 bhp പവറൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ടൊയോട്ട ഭയങ്കര ബുദ്ധി കളിച്ചുള്ള സംഭവമാണ്. കാരണം ലോങ് ടൈം റണ്ണിങ് ആണ് ഈ ഒരു എഞ്ചിൻ എന്ന് ടൊയോട്ട എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അത് കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. എത്ര 10 ലക്ഷം കിലോമീറ്റർ ഒക്കെ സർവീസ് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന ഇന്നോവ ഇഷ്ടം പോലെ ഉണ്ട്. എഞ്ചിൻ സൈഡ് പക്ക സർവീസ് ആണെങ്കിൽ വഴിയിൽ നിൽക്കുന്നുള്ള പേടി വേണ്ട. നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ സൈഡിൽ വരുന്നത് ഫുൾ ഓപ്ഷൻ ആവുകൊണ്ട് 4 ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഏകദേശം 1,90,000 സംതിങ് ഒന്ന് ഈ ഒരു വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു റീവണ്ടി എഞ്ചിൻ സൈഡ് ഞാൻ 100% ഇത് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പക്ക എഞ്ചിനാണ്. പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് ഒരു ഹാർഡ് ടൈപ്പ് എന്താ പറയുക നോക്കാത്ത രീതിയിലുള്ള ഓടിക്കൽ കൊണ്ടായിരിക്കാം. പക്ഷേ എഞ്ചിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ക പെർഫോമൻസ് ആണ് ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ ട്രക്ക് മോഡലാണ്. അത്ര വലിയൊരു ഗിയർ നോബാണ്. പക്ക പെർഫെക്റ്റ് ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡയറക്റ്റ് ചേഞ്ചിങ് ആണ്. പെട്ടെന്നുള്ള ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് കിട്ടുക. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ചേഞ്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീറ്ററിൽ കണ്ടല്ലേ 1,90,000 സംതിങ് ഒക്കെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം വരുന്നത് ഒരു 12-13 കിലോമീറ്ററൊക്കെ നമുക്ക് ഹൈവേയിൽ നല്ല രീതിയിൽ ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. 13.9 ഞങ്ങൾ ഊട്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നല്ലൊരു പക്ക ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 9-10 കിലോമീറ്റർ മൈലേജ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ഈ ഒരു വണ്ടിക്ക്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഇൻ്റർകൂളർ അല്ലെങ്കിൽ പോലും ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്. കാരണം 7 സീറ്ററിന് 14 കിട്ടുമ്പോൾ രാജകീയം തന്നെ. അപ്പോൾ ഇതിൻ്റെ മിഡിൽ റോ എങ്ങനെ വരുന്നത് നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇരുന്ന് യാത്ര ചെയ്യാനാണ്. എത്ര റൈഡ് പോയാലും ആ ഒരു മതിപ്പ് അല്ലെങ്കിൽ ഒരു മതിയാവാത്ത ടൈപ്പ് ഒരു സീറ്റിൻ്റെ ഒരു പൊസിഷനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ബാക്കത്തെ സീറ്റ് കണ്ടില്ലേ ഭയങ്കര കുഷൻ ടൈപ്പ് സീറ്റാണിത്. നമുക്കൊരു സോഫയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാം. വണ്ടി ഒരു രക്ഷയില്ല, കിടിലം വണ്ടിയാണ്. ഇതിലും മികച്ചൊരു വണ്ടി ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഒന്നും ഇല്ലയെന്ന് എനിക്ക് പറഞ്ഞിട്ട് ബെസ്റ്റ് ചോയ്സാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ എഞ്ചിൻ സൈഡ് ഞാൻ പറഞ്ഞില്ലേ പക്ക 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇതിന് ഗിയർ ഷിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. പക്ക ഒരു ഷിഫ്റ്റിംഗ് ആണ് ഈ ഒരു വണ്ടീൻ്റെ ഗിയർ എനിക്ക് തരുന്നത്. ഞാൻ എപ്പോൾ ഓടിക്കുകയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ലോങ് ഡ്രൈവ് ഓടിക്കുമ്പോൾ ഞാൻ വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കാണ്ട് സ്വാർത്ഥനായിട്ട് ഓടിക്കുന്ന ഒരേ ഒരു വണ്ടി ഒരു ഇന്നോവയാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇതേപോലെ തന്നെ ഓടിക്കാൻ കമ്പുള്ള ഒരു വണ്ടിയാണ് ഫോർഡിൻ്റെ വണ്ടികൾ. ഡീസലിൻ്റെ പവറും അതേപോലെ തന്നെ ആ ഒരു റൈഡിങ് ഫണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി 1,90,000 കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് ഓടിക്കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ആകും. കാരണം വെച്ചാൽ ഇതൊരു ഫ്രഷ് എഞ്ചിൻ നമ്മൾ ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു സർവീസും കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണിത്. അതേ ഒരു ഫീൽ നമുക്ക് ഓടിക്കുമ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് തിരിച്ചും തരുന്നുണ്ട്. ഇപ്പോൾ 7 ആളെ വെച്ച് ഫുൾ ലോഡ് വെച്ച് ടൈറ്റായിട്ട് പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. ഒരു രീതിയിലുള്ള AC ഇട്ടാലും AC ഓഫാക്കിയാലൊന്നും നമുക്ക് ഒരു വലിവിന് പുള്ളിങ്ങിനൊന്നും ഒരു കുറവും ഈ ഒരു വണ്ടി തരുന്നില്ല. ഇപ്പോൾ ഞാനൊരു വണ്ടി മസനഗുഡി വഴി ഓടിച്ചിട്ടുണ്ട്. മസനഗുഡി എന്ന് പറയുമ്പോൾ എല്ലാവരും ഹെയർ കയറ്റാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ ആ ഒരു ഹെയർ പിൻ ബെൻഡിങ് അറിയാം ഒന്നല്ലേ കുത്തനുള്ള കയറ്റങ്ങളാണ്. അപ്പോൾ 7 ആൾ ഫുൾ ലോഡ് വിത്ത് ലഗേജ് ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ. എന്നാൽ പോലും AC ഇട്ടറാണ് എല്ലാവരും ഉറങ്ങായിരുന്നു. സമാധാനമായിട്ട് ഞാനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. പകുതി ചോര ഞാൻ ഓടിച്ച് പകുതി എൻ്റെ കസിന് ഓടിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അവനക്ക് ഓടിക്കാൻ ക്രൈസാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഞാനത് ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ആ റൈഡിങ് കംഫർട്ടും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു കുന്നൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഇത്രയും 7 സീറ്ററിൽ 7 ലോഡ് വെച്ചിട്ട് കയറി പോവാണ് ഒരു ലാഗ് വരുന്ന നമുക്കൊരു പേടി വരും. ഒരിക്കലും ഇല്ല. നമ്മൾ ആ ഒരു ക്ലച്ചിൽ നിന്ന് വിടുമ്പോൾ തന്നെ വണ്ടി എന്താ
എന്താ പറയുക നൈസായിട്ട് നടന്നുള്ളിൽ മേലേക്ക് കയറി പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ പെട്രോൾ വണ്ടി ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റക്കായിട്ട് വണ്ടി ഓഫ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വലിവ് മുട്ടും. പക്ഷേ ഈ ഒരു വണ്ടിക്ക് വലിവ് മുട്ടുന്ന പരിപാടിയില്ല. ഫസ്റ്റിലൊക്കെ ഇട്ട് ക്ലച്ച് വിട്ടതിന് വണ്ടി ഓട്ടോമാറ്റിക്കേ കയറി പോകും. അതാണ് ഇതിൻ്റെ ആ ടോർക്കിൻ്റെ പവർ. വണ്ടി അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഞാൻ ഇത്രമാത്രം ഇതിനെ പൊക്കി പറയില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഫേവറേറ്റ് എഞ്ചിനാണ്. ഇന്നോവ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പം നിലവിലുള്ള പവർഫുള്ളായിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ വണ്ടി ഇപ്പോൾ കിയേൻ്റെ വണ്ടികളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഈ ഒരു സെഗ്മെൻറ്റിൽ MPV സെഗ്മെൻറ്റിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പക്ഷേ ആ വണ്ടികളിലൊന്നും കിട്ടാത്തൊരു ഫീൽ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഓടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് പുറമെ ഇഷ്ടംപോലെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ തന്നെ കുറേ അധികം വണ്ടികൾ ഞാൻ റിവ്യൂ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ആ ഒരു വണ്ടികളിലൊക്കെ ഞാൻ ഓരോ കുറ്റവും കുറവുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് എനിക്ക് പറയാൻ കുറ്റങ്ങളില്ല, കുറവുകളില്ല. കാരണം അത്രയും ഞാൻ ഈ ഒരു എഞ്ചിനുമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ നല്ല ലോങ് ഡ്രൈവും അത്യാവശ്യം ഹെവി ആയിട്ട് വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഈ ഒരു വണ്ടി ഒരു പ്രിയപ്പെട്ടവൻ തന്നെയാണ്. അതൊരു വികാരം തന്നെയാണ്. വേറൊന്നും പറഞ്ഞു തീർക്കാമല്ല. അതിൻ്റെ ഒരു റൈഡിങ് കംഫോർട്ടിൻ്റെ കാര്യങ്ങളൊന്നും ഓടിച്ച് നോക്കി തന്നെ വേണം. ഇതിൻ്റെ ഒരു സഡൻ പിക്കപ്പും കാര്യങ്ങളൊക്കെ വളരെ ലേസി ആണെങ്കിൽ പോലും 90 ഒക്കെ 80 ഒക്കെ ആഫ്റ്റർ 80 കയറി കഴിഞ്ഞാൽ ഒരു 140 ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. കുറച്ച് പതിയെ കയറിയാൽ വണ്ടീൻ്റെ ആ ഒരു പെർഫോമൻസും നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, ഇപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും, അതേപോലെ തന്നെ ആ ഒരു വലിയ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ഈ ഓടിക്കുന്ന ഒരു വലിയ വണ്ടിയാണ്, അങ്ങനെ ഒരു ഫീല് തോന്നില്ല. നമുക്കൊരു എന്താണ് പറയുക കറക്റ്റ് നമ്മളൊരു ആൾട്ടോ ഓടിച്ചു കൊണ്ടുപോകണം ആ ഒരു ഫീൽ നമുക്ക് ഓടിച്ചുകൊണ്ടുപോകും. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കൺട്രോൾ, ആ ഒരു സ്റ്റിയറിങ്ങിൽ കിട്ടുന്ന ആ ഓടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇപ്പം നമ്മൾ 90-ൽ പോയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തിരിവിൽ തിരിച്ചാൽ ടേണിങ്ങിൽ തിരിച്ചാൽ പോലും വീശി ഓടിച്ചെടുത്താൽ പോലും വണ്ടി കയ്യിൽ നിന്ന് കൺട്രോൾ പോയില്ല. അത്രയും കോൺഫിഡൻസ് ആണ് ഈ ഒരു വണ്ടി എനിക്ക് തരുന്നത്. ഈ ഒരു വണ്ടി എനിക്ക് ഇത്രയും പൊക്കി അടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കുറവ് ഈ ഒരു വണ്ടി ഞാൻ ഓടിക്കുന്ന ടൈമിൽ എനിക്ക് കിട്ടില്ല. റൈഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ ബാക്കിലിരുന്ന് യാത്ര ചെയ്യേണ്ടത് ഒരു 7th റോയിൽ പോയിരുന്നിട്ട് യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു റൈഡിങ്ങിൻ്റെ കംഫോർട്ട് പക്കായിട്ട് ഫീൽ ചെയ്യും. കാരണം ഏറ്റവും ബാക്കിലത്തെ റോയിൽ പോയിരുന്നിട്ട് ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തതാണ് ഈ ഒരു ഇന്നോവയിൽ. ഞാൻ ഈ ഒരു ഇന്നോവയുടെ Type 1, Type 2, Type 3, Type 4 വരെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വണ്ടി ഓടിക്കുകയാണ് ഈ ഒരു 4 വണ്ടിൻ്റെയും ആ ഒരു എൻജിൻ സൈഡ് ഒരേപോലെയാണ്. ഒരു പവറിൻ്റെ ടൈമിലൊന്നും ഒരു വ്യത്യാസമില്ല. വണ്ടി എത്ര ഓടിയാലും തളരില്ല. അതാണ് ആ ഒരു ടൊയോട്ടൻ്റെ പവർ. ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ ചറപറ ഇന്നോവൻ്റെ ഒരു കളിമയം തന്നെയാണ് നമ്മൾ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് കയറ്റി കൊണ്ടുവരിക, ഇവിടെ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഓടിക്കുക. ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ 10 വർഷം കഴിഞ്ഞാൽ ഡീസൽ നിരോധിക്കുന്നൊക്കെ പറയുന്നുണ്ട് പൊല്യൂഷൻ്റെ പുറമായിട്ടൊക്കെ. പക്ഷെ ആ ഒരു 10 കൊല്ലം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല എൻജിൻസാണ് നമുക്ക് ആ ഒരു 10 കൊല്ലത്തിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഫോർഡിൻ്റെ വണ്ടി, ഒരു ടൊയോട്ടൻ്റെ വണ്ടിയൊക്കെ നമുക്ക് ആ ഡീസൽ എഞ്ചിൻ ഓടിക്കണതിൻ്റെ ഒരു ഫീല് വേറെ വണ്ടിയിൽ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂജൻ വണ്ടികൾ ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു വണ്ടീൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ബെറ്റർ സൈഡാണ്. ആ ഒരു ഫീൽ എനിക്കിപ്പോൾ ഓടിച്ചിട്ടുള്ള ഒരു വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ടൊയോട്ട വണ്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 7 വർഷം മുന്നേ എൻ്റെ ഫാമിലിയിൽ ഒരാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എടുത്തത് അന്ന് സെക്കൻഡ്സ് ഓടിയ വണ്ടിയായിരുന്നു. 2012 മോഡലാണ് വണ്ടി. ഏകദേശം 2016 ആ ഒരു ടൈമിലാണ് എടുത്തിരുന്നത്. 9,40,000 അങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു വണ്ടി എടുത്തായിരുന്നത്. അതിനുശേഷം 7 വർഷം ഓടിയിട്ട് 2024-25 ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ വിറ്റ് ആ വണ്ടിക്ക് അപ്പോൾ വിൽക്കുന്ന ടൈമിൽ കിട്ടിയത് 7.25 ലക്ഷമാണ്. 7.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ നിന്ന് ആ ഒരു ഏജൻറ്റിന് ഏകദേശം ഒരു 1 ലക്ഷം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ പോലും 1 ലക്ഷം രൂപയിൽ മാത്രമാണ് ആകെ ഒരു കുറവ് വന്നിട്ടുള്ളൂ. 7 വർഷം ഓടിയ വണ്ടിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ആകെ 1 ലക്ഷം രൂപ മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. അതും ആ വണ്ടിക്ക് ഒരു സ്റ്റിയറിങ്ങിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വെച്ച് സെയിൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അത് ഫുൾ കണ്ടീഷൻ ആണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ഒരു 8-8.5 ലക്ഷം രൂപക്ക് വരെ ആ വണ്ടി പോയായിരുന്നു. അപ്പം നമ്മളെ കേരളത്തിലുള്ള ഇന്നോവക്ക് വളരെയധികം മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്. കാരണം വെച്ചാൽ എഞ്ചിൻ സൈഡ് കംപ്ലയിൻസ് ഒക്കെ വളരെ കുറവാണ്. അതുമാത്രമല്ല നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണ വണ്ടികളാണ്. ടൊയോട്ടൻ്റെ വണ്ടിയിൽ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു കോസ്റ്റൽ റീജിയനിൽ നമ്മളെ ഒരു ക്ലൈമറ്റൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്ലൈമറ്റാണ്. കുറച്ച് മേലെ ഓടിയ വണ്ടികൾ, അത് ഡൽഹി ആ ടൈപ്പ് ഓടിയ വണ്ടികൾക്ക് ഈ തുരുമ്പും മറ്റ് ഭാഗങ്ങളിലൊക്കെ പൊട്ടലും പൊടിയിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ കേരളത്തിൽ ഓടിയ മിക്ക ഒരു 70% വണ്ടികളും പാർട്സും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കേരള വണ്ടിക്ക് കുറച്ച് മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്. പിന്നെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് എടുക്കാം. എല്ലാവരും ട്രസ്റ്റബിൾ ആണെന്നല്ല പറയുന്നത്, എന്നാലും നമ്മൾ നോക്കിയെടുക്കാം. ഇപ്പോൾ കേരള വണ്ടി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ എഞ്ചിൻ സൈഡ് ഓക്കെ ആയിരിക്കും, അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഓക്കെ ആയിരിക്കും. ഈ ഒരു വണ്ടിൻ്റെ ബിൽഡ് ക്വാളിറ്റീൻ്റെ പുറത്ത് വെക്കുമ്പോൾ വണ്ടിൻ്റെ 4 പുറമുള്ള ചെറിയ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അടിഭാഗത്ത് കുറച്ച് റെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാച്ച് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് എന്താണ് പറയുക, നമ്മൾ മേളന്ന് എടുക്കുന്ന ടൈമിൽ പറഞ്ഞു ഈ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നാട്ടിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ എഞ്ചിൻ സൈഡ് പെർഫെക്റ്റ് ആണ്, ആ സൈഡ് ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ എന്താണ് പറയുക, നമ്മളെ ബോഡിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് എന്താ പറയുക തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ ഒരു എന്താ പറയുക റീജിയണിൽ ഓടിയ വണ്ടി ആവുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മളെ നിലവിൽ കേരള വണ്ടികളാണെങ്കിൽ അത്തരം തരത്തിലുള്ള ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ കുറയാൻ ചാൻസ് കൂടുതലാണ്. തുരുമ്പുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഈ കടൽ സൈഡിലൊക്കെ, കടൽ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കടലും കായലൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഓടിയ ഉപ്പ് കാറ്റടിച്ച ഒരു വണ്ടികളൊക്കെ അതേപോലെ ബോഡി പൊട്ടിപ്പോണ രീതിയിലും അതേപോലെ തന്നെ അടിയിൽ നിന്ന് തുരുമ്പ് വരുന്ന രീതിയിലും മാറ്റിൻ്റെ അടിയിലൊക്കെ തുരുമ്പുള്ള ഇതൊക്കെ കണ്ട് ഒരുപാട് വണ്ടികൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇല്ല എന്നല്ല പറയുന്നത്, എന്നാലും കേരളത്തിലെ വണ്ടികൾ നമുക്ക് വിശ്വസിച്ച് ഒന്നും കൂടി എടുക്കാൻ പറ്റുമായിരിക്കാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ എഞ്ചിൻ പെർഫെക്റ്റ് ആണോ നോക്കണം, എഞ്ചിൻ ഓയിലും കാര്യങ്ങളും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ഈ ഒരു ടൊയോട്ടയിൽ എന്താ വെച്ചാൽ ഇടക്കും തലക്കൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ ഓടിക്കോളും. അപ്പോൾ ജെന്യൂ സർവീസ് ആണെങ്കിൽ ആ പാർട്സ് എന്താ പറയുക അത്യാവശ്യം കിലോമീറ്റർ നോർമൽ പാർട്സിനേക്കാളും കൂടുതൽ നമ്മളെ വണ്ടി ഓടും. അതായത് ബ്രേക്ക് പാഡ് ആണെങ്കിലും ക്ലച്ച് ആണെങ്കിലൊക്കെ ടൊയോട്ടൻ്റെ കമ്പനി സംഭവം എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതിനേക്കായി ഒരു 10-30,000 കിലോമീറ്റർ അധികം ഓടാൻ ചാൻസ് ഉണ്ട്. കാരണം 25,000 വെച്ചിട്ട് മാറേണ്ട നോർമൽ പാർട്സൊക്കെ നമ്മൾ ജെന്യൂ പാർട്സ് ഇടാണ് ഏകദേശം 80,000-70,000 കൂടുന്ന വണ്ടികളുണ്ട്. അപ്പം നമ്മൾ ഈ ടൊയോട്ട ഇന്നോവ അത്രമാത്രം ഹൈ കോസ്റ്റ് എന്താ പറയുക സർവീസ് ചാർജ് ഒന്നും വരുന്നില്ല. എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഈ വണ്ടിക്ക് വരാറില്ല. വണ്ടിയിൽ മാറ്റേണ്ട കാര്യങ്ങൾ എഞ്ചിൻ ഓയിലും അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഓടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ടൈം തന്നെ ഈ ഒരു വണ്ടി ഓടും. ഇപ്പം നമ്മൾ ജെന്യൂ പാർട്സ് അതായത് ബ്രേക്ക് പാഡ് അതേപോലെ ക്ലച്ചൊക്കെ മാറുന്ന ടൈമിൽ നമ്മൾ ടൊയോട്ടൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ട് ആ പാർട്സ് മാറിനേക്കായും ജെന്യൂ പാർട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഉദ്ദേശിക്കണേക്കായും കൂടുതൽ കിലോമീറ്റേഴ്സ് ഈ വണ്ടി ഓടുന്നതാണ് ഇതിൻ്റെ യൂസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോവ ഇതിൻ്റെ ക്ലച്ച് മാറ്റിയിട്ടുള്ള പുറത്തുനിന്നാണ്. അപ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസിലാണ് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ലാഭത്തിന് മാറ്റിയതാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ക്ലച്ച് കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പനി ക്ലച്ച് ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. ജെന്യൂ പാർട്സ് അതേപോലെ തന്നെ കമ്പനിയിൽ നിന്ന് മാത്രം സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കസിൻ്റെ വണ്ടി, ആ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ അത്ര എഫേർട്ട് എടുക്കണില്ല, നല്ല സ്മൂത്ത് ക്ലച്ചാണ്. അതേപോലെ തന്നെ നമ്മളെ ക്ലച്ച് ഓടുന്ന ടൈമിൽ ഈ ഒരു വണ്ടിൻ്റെ അത്ര ഹാർഡ് ക്ലച്ച് അല്ല. ഇത് എന്താ പറയുക ജെന്യൂ പാർട്സ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വണ്ടി ടോട്ടലി എനിക്ക് ഓവറാൾ 100-ൽ ഒരു 87% കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും മുട്ടി നിൽക്കുന്നുണ്ട്. ഇതിന് പകരക്കാരനില്ല എന്ന് പറയുമ്പോൾ ഇന്നോവ മാത്രമാണ് പകരക്കാരൻ. ഇപ്പം നമ്മൾ ഈ ഒരു ടൊയോട്ട ഇന്നോവ ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഈ സ്റ്റിയറിംഗ് ആണ്. ഇപ്പം ഇതിൻ്റെ റൈഡിങ് പൊസിഷനിൽ ഇരുന്നിട്ട് ആ ഒരു പക്ക സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ടുള്ള നമ്മളൊരു സോഫയിൽ ഇരുന്നിട്ട് ഒരു എന്താ പറയുക ആനപ്പുറത്ത് ഇരുന്ന് നോക്കണ പോലുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ ഫോർച്യൂണറിന് അത്ര ഹൈറ്റിലില്ലെങ്കിൽ പോലും നമ്മൾ പക്ക ഒരു നല്ലൊരു റൈഡിങ് പൊസിഷനിലാണ് ഇതിരിക്കുന്നത്. അത് മാത്രമല്ല ഈ വണ്ടി നമ്മൾ ആ ഒരു എന്താ പറയുക ആ സ്റ്റിയറിംഗ് തരുന്ന ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അതൊരു വേറെ തന്നെയാണ്. കാരണം നമ്മൾ എന്താ പറയുക ഈ വണ്ടിക്ക് ബോഡി റോൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതിന് പുറമെ നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെറിയ ഓടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ വണ്ടി എന്താ പറയുക നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കൺട്രോളിങ് പക്ക പെർഫെക്റ്റ് കൺട്രോളിംഗ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. വണ്ടി പവർഫുള്ളാണെന്ന് വെച്ചാൽ അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയൊന്നുമല്ല. പക്ഷേ ഈ വണ്ടിക്ക് വേണ്ട എല്ലാ പെർഫോമൻസും ഈ ഒരു വണ്ടിയിലുണ്ട്. അപ്പോൾ എന്താ പറയുക ഇത് അത്രമാത്രം ഫാസ്റ്റായിട്ട് ഓടിക്കാനുള്ളൊരു വണ്ടിയൊന്നുമല്ല. നല്ല ഹൈവേയിലൊരു എന്താ പറയുക 100 കിലോമീറ്റർ 120 കിലോമീറ്റർ സ്പീഡിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഈ വണ്ടി ഹൈവേയിൽ മാറുന്നതായിരിക്കും. അല്ലാണ്ട് ഓവറായിട്ടുള്ള നല്ല പവർഫുൾ എഞ്ചിനോ അല്ലെങ്കിൽ പെട്ടെന്ന് വീല് കറക്കി എടുത്ത് പോകാനുള്ള പവറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കില്ല. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പാസഞ്ചർ വെഹിക്കിളാണ്. അപ്പോൾ അതിനുള്ള മാത്രം പവർ മാത്രമാണ് ടൊയോട്ട ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആ ലീനിയർ ആയിട്ടുള്ള പെർഫോമൻസും പിന്നെ അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക പവർ ഇല്ല എന്ന് വെച്ചാൽ അത്രമാത്രം പവറില്ലായൊന്നുമില്ല. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. എന്നാൽ പോലും മോൺസ്റ്റർ ആയിട്ടുള്ള പവറും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. ഫോർച്യൂണർ പോലുള്ള അത്രമാത്രം പവറൊന്നും ഈ വണ്ടിക്കില്ല. ഫോർച്യൂണറൊക്കെ എന്ന് വെച്ചാൽ കാല് കൊടുത്ത് അതന്നെ എടുത്ത് പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്നാൽ പോലും ഈ വണ്ടിക്ക് പിക്കപ്പിനൊന്നും ഒരു കുറവില്ല. നമ്മൾ 7 ആൾ വെച്ച് ലോഡ് കയറ്റിയാലും ഈ വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് തന്നെ കയറിപ്പോവും. ഏത് എന്താ പറയുക കുന്നും മലയും നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഒരു ബോഡി റോൾ ഇല്ലാണ്ട് തന്നെ ഈ വണ്ടി കയറിപ്പോവും. ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്ന ഒരു യാത്രാസുഖം നമുക്ക് വേറെ വണ്ടിയിൽ കിട്ടിയില്ല എന്ന് വരും. പിന്നെ
ക്രിസ്റ്റ ഇതിലും ഒന്നും കൂടി പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്, ഒന്നും കൂടി ഫ്യൂച്ചറിസ്റ്റ്, അതേപോലെ ഫ്യൂച്ചർക്ക് ഒന്നും കൂടി എന്താ പറയുക അപ്ഗ്രേഡ് ആയിട്ടുള്ള പാർട്സും കാര്യങ്ങളും, അതേപോലെ തന്നെ ഉള്ളിലുള്ള ഫ്യൂച്ചേഴ്സൊക്കെ ഒന്നും കൂടി അടിപൊളിയാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളിലും ഒന്നുകൂടി ലുക്കാണ് ക്രിസ്റ്റ കാണാൻ. എന്നാൽ പോലും ഇതിലുള്ള റൈഡിങ് കംഫോർട്ട് ക്രിസ്റ്റയിലില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നോവ ഇട്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഫോർച്യൂണർ എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഫോർച്യൂണറിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ ഒരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ ഒരു റോഡ് പ്രസൻസ് അങ്ങനെയുള്ള ഒരു പർപ്പസാണ്. പക്ഷേ ഈ ഒരു വണ്ടി എന്താ പറയുക യഥാർത്ഥത്തിൽ ഒരു പാസഞ്ചർ വെഹിക്കിളാണ്. ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നത്, അതേപോലെ എപ്പോഴും ട്രിപ്പ് പോകുന്ന ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കംഫോർട്ടബിൾ ആയിരിക്കും. അതേപോലെ തന്നെ പക്ക ആയിരിക്കും. കാരണം വെച്ചാൽ 10ൽ 10 ആയിരിക്കും. ഈ ഒരു 7 ആളെ അല്ലെങ്കിൽ 8 ആളൊക്കെ വിളിച്ച് നമ്മളിതിൽ ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക 13 കിലോമീറ്റർ അല്ലെങ്കിൽ 13.9 ഈ ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് എന്താ പറയുക 7 ആളൊക്കെ പോകുകയാണെങ്കിൽ ഷെയർ ചെയ്തിട്ട് ഡീസൽ അടിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ആ ഡീസലിൻ്റെ പ്രൈസ് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആ ഒരു ട്രിപ്പ് പോയി വരാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ നാട്ടിനൊക്കെ പോകുന്ന ടൈമിൽ അധികം എല്ലാവരും ചൂസ് ചെയ്യുക ഇന്നോവ മതി. റെൻ്റൽ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇന്നോവയിലാണ് പോകാറ് അധികം. കാരണം വെച്ചാൽ ഇതിൽ കിട്ടുന്ന റൈഡിങ് കംഫോർട്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എന്താ പറയുക ഇപ്പോൾ എർട്ടിഗയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്താ പക്ഷേ ഒന്ന് കുത്തിത്തെറിച്ച് ഇരിക്കുവാണ്. അതുപോലെ തന്നെ ഇത്രമാത്രം റൈഡിങ് കംഫോർട്ട് എർട്ടിഗയിലില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പെട്ടെന്ന് നമുക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് അല്ലെങ്കിൽ റൂം എടുത്തിട്ട് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ഇത് കിട്ടില്ല. കാരണം നമുക്ക് ഒരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ അത്രമാത്രം എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല റൈഡിങ് കംഫോർട്ടിന് ഈ വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ പോയി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് അതുപോലെ കറങ്ങി അടിച്ച് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഈ ഒരു ഇന്നോവയാണ് ഇപ്പോൾ ട്രിപ്പിൽ ഏറെക്കുറെ എല്ലാവരുടെ ഒരു ഫോട്ടോത്തിലും കാണപ്പെടുന്നൊരു വണ്ടിയാണ്. അതുമാത്രമല്ല നമ്മളെ പൊളിറ്റീഷ്യൻസ് മിനിസ്റ്റർ ആയാലും ഇപ്പോൾ എന്താ പറയുക ആക്ട്രസ് ആയാലും എല്ലാവരും എന്താ പോയി ഇറങ്ങുന്നത് ഒരു ഇന്നോവയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് എന്തുകൊണ്ട് BM അല്ലെങ്കിൽ ബെൻസ് അങ്ങനത്തെ വണ്ടികളൊന്നും അവർ ചൂസ് ചെയ്യില്ല. നല്ല അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് പഴയ ഇന്നോവയിൽ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് കംഫോർട്ടും ഇതിലിരിക്കാനുള്ള ഒരു യാത്രാ സുഖത്തും ഓടിക്കാനുള്ള ഒരു സുഖം കൊണ്ടാണ് എല്ലാവരും അതിൽ പോകുന്നതെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. പേഴ്സണലി എനിക്ക് ആദ്യം അങ്ങനെ ഡൗട്ട് തോന്നുന്നു. പക്ഷേ ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷം ആ ഒരു ഡൗട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ടൊയോട്ടൻ്റെ ഇന്നോവനെ കുറിച്ച് ഞാൻ അത്രയും വലിച്ചു നീട്ടാൻ കാരണം വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ മിസ്സായി പോകേണ്ടെന്ന് തോന്നുന്നത്. കാരണം ഞാൻ ഈ ഒരു വണ്ടിയായിട്ട് അത്രമാത്രം അടുപ്പുണ്ട്. കാരണം എൻ്റെ കസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഓടിച്ച വണ്ടിയാണ്. ഈ ഒരു വണ്ടിയിലെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നോവ ഞാനായിട്ട് അത്യാവശ്യം നല്ലൊരു ബോണ്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറയാൻ വിട്ടുപോയ സംഭവമാണ്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് ഏത് ഗട്ടറും കയറി ചാടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചാൽ ബാക്ക് വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റൈഡിങ് കംഫോർട്ട് കിട്ടാനുള്ള മെയിൻ കാരണം വെച്ചാൽ RWD ആണ്, റയർ വീൽ ഡ്രൈവ് ആണ്. ഇപ്പോൾ എന്താ പറയുക ബാക്കിൽ നിന്നുള്ള ആ ഒരു വലിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ഫീല് അതൊരു വേറെ തന്നെയാണ്. പിന്നെ എന്താണെന്ന് പറയാൻ വെച്ചാൽ ഇതിൻ്റെ ലഗേജ് സ്പേസ് ആണ്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലഗേജ് സ്പേസ് ബാക്കിലുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിലെ സീറ്റ് ഫ്രണ്ടിലേക്ക് മടക്കി വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ലഗേജ് കൊണ്ടാവുന്നുള്ള രീതിയിലാണ് ഇന്നോവയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കത്തെ 2 സീറ്റും മടക്കി മേലേക്ക് പൊക്കി വെക്കാൻ രീതിയിലാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ മറന്നുപോയ സംഭവമാണ്. അത്യാവശ്യം നല്ലൊരു ലഗേജ് ഈ ഒരു വണ്ടിയിൽ കൊള്ളും. അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ച് ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഡൽഹിയിലെ റേറ്റ് അപ്രോക്സിമേറ്റ് ഒരു 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കാം എൻ്റെ ഒരു അറിവിൽ. കാരണം നാട്ടിലേക്ക് കൊണ്ടുവരാനും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 1.5 ലക്ഷം രൂപേൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡീലറായിട്ട് നിന്ന ആൾ ഏകദേശം ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഇത് ഏകദേശം 6,90,000 അല്ലെങ്കിൽ 7 ലക്ഷം രൂപക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഡൽഹിയിലെ പ്രൈസ് അല്ലെങ്കിൽ ഇതെടുത്ത ആ സ്ഥലത്തുള്ള കൊടുത്ത പ്രൈസ് ഏകദേശം അപ്രോക്സിമേറ്റ് 5 ലക്ഷം രൂപ ആയിരിക്കാനാണ് ചാൻസ്. ഒരിക്കലും നമ്മളെ നാട്ടിൽ ഇങ്ങനെ 2014 ഒരു ഇന്നോവ എന്താ പറയുക 7 ലക്ഷത്തിനോ 8 ലക്ഷത്തിനോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. 2012 വണ്ടിക്ക് തന്നെ ഒറിജിനൽ കേരള വണ്ടികൾക്ക് 8 ലക്ഷം 9 ലക്ഷമൊക്കെ നമ്മളെ നാട്ടിൽ ചോദിക്കുന്നുണ്ട്. മോഹവിലയാണ് അത്. ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി വണ്ടി ആയതുകൊണ്ട് തന്നെ ആരും കൊടുക്കുന്നില്ല. പിള്ളേരൊന്നും അധികം കൊടുക്കണില്ല. കിട്ടുന്നത് മൊത്തം ചാണ്ടിഗ്രഹ് അതേപോലെ തന്നെ മഹാരാഷ്ട്ര വണ്ടികളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാരണം വെച്ചാൽ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെ ഉണ്ടെന്ന് ഈ വണ്ടിക്ക് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ കൊണ്ടുവരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഞാൻ ഓടിക്കാറുണ്ട്, രാവിലെ പോകുമ്പോൾ ഓടിക്കാറുണ്ട്, തിരിച്ചു വരുമ്പോൾ ഓടിക്കാറുണ്ട്. ഏകദേശം 10-30 കിലോമീറ്റർ അങ്ങോട്ടും 30 കിലോമീറ്റർ ഇങ്ങോട്ടും ഡെയിലി ഡ്രൈവ് ചെയ്യണ വണ്ടിയാണ്. ഇതുവരെ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിലെ ബോഡിയിൽ ചില സ്ഥലത്തൊക്കെ കുറച്ച് റസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്താ പറയുക
ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഉള്ള ഒരു ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി. അപ്പോൾ 99% പ്രോബ്ലംസും സോൾവ്ഡ് ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി അറിയാവുന്ന ആളേക്കുന്ന ഏജൻറ്റ് വഴി എടുത്തതാണ് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ വണ്ടി ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ സൈഡിൽ നിന്നൊക്കെ വണ്ടി ഇഷ്ടംപോലെ കിട്ടാണ്ട്, അപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടാണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഓടിയ ആ ഒരു ടൈപ്പ് വണ്ടികൾ അതേപോലെ തന്നെ കണ്ടീഷൻ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടാണ്ട് ഒന്ന് അന്വേഷിച്ച് അതേപോലെ അറിയാവുന്ന ആൾ കൊണ്ടെടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു വണ്ടി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ കുറേ ഫ്രോഡ് ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ കയ്യിലൊന്നും പോയി പെടാണ്ടിരിക്കുക. പിന്നെ എന്താ വെച്ചാൽ വണ്ടി അവിടുന്ന് തന്നെ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എൻജിൻ സൈഡ് അതേപോലെ അടിയിൽ റസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ട് എനിക്ക് ഇനിയും കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആൾറെഡി അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോൾ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഗൈസ്, ഈ ഒരു വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയൊന്നും ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. ഈ ഒരു വണ്ടിയായിട്ട് അത്യാവശ്യം നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നോവയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണു. അതേപോലെ തന്നെ സെക്കൻഡ്സ് വണ്ടി എടുക്കാനുള്ള ഇന്നോവ എടുക്കാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇത്രയും ലെങ്തി ആവാൻ കാരണം വെച്ചാൽ എനിക്ക് ഈ വണ്ടിയുടെ അത്രയും അറ്റാച്ച്മെൻറ്റുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. ഇനിയും എന്തെങ്കിലും വിട്ടുപോയിണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വേറെ വീഡിയോ അടിപൊളി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നോവ ഇഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ ഇന്നോവ എടുക്കാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനൽ എന്താ പറയുക ബിഗിനിങ് ആണ്, എല്ലാവരും സപ്പോർട്ടാണ്. സപ്പോർട്ടില്ലാണ്ട് എവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.